ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. നമ്മുടെ ഇന്നത്തെ യാത്ര സാധാരണ പോലെ ഒരു ബൈക്ക് ട്രിപ്പ് അല്ല. ഇന്നത്തെ യാത്ര KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ പാക്കേജ് ആയിട്ടുള്ള തെന്മല റോസ്മല ട്രിപ്പാണ്. സാധാരണക്കാർക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് പോകാൻ പറ്റുന്ന KSRTCയുടെ ഈ ഒരു പാക്കേജ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യം. കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന റോസ്മല വ്യൂ പോയിന്റ് കണ്ട് അവിടെ നിന്നും പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് പോയി തിരിച്ചു വന്ന് തെന്മല ഡാമൊക്കെ കണ്ട് ഒരു യാത്രയാണ് ഈ ഒരു വീഡിയോയിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. KSRTC ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ബഡ്ജറ്റ് ടൂറിസം പദ്ധതികളെല്ലാം തന്നെ ജനങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇവർക്ക് പാക്കേജുകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ യാത്രയിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരെല്ലാം തന്നെ സ്ട്രേഞ്ചേഴ്സാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ അവരെ പരിചയപ്പെടുകയും അവരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി അവരുമായിട്ട് ഒരു യാത്രയൊക്കെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് പതിവ് പോലെയുള്ള ബൈക്ക് യാത്രകൾ ഒഴിവാക്കിയിട്ട് ഈ ഒരു യാത്ര തിരഞ്ഞെടുത്തത്. വെളുപ്പിനെ 4:30 കോട്ടയം BTC തുടങ്ങിയ യാത്ര ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം ജില്ലയിലെ ആര്യങ്കാവിൽ എത്തിയിരിക്കുകയാണ്. ഇനി ആര്യങ്കാവിൽ നിന്ന് റോസ്മല വരെ ഓഫ് റോഡാണ്. എന്നാലും യാത്ര തുടങ്ങിയപ്പോൾ തന്നെ കണ്ടക്ടർ ചേട്ടൻ നല്ല രീതിയിൽ ആക്റ്റീവായിട്ടുണ്ട്. കണ്ടക്ടറുടെ കൂടെ തന്നെ പിന്നെ യാത്രക്കാരും പയ്യെ പാട്ടുകളൊക്കെ പാടി തുടങ്ങി. ഏതായാലും മൊത്തത്തിൽ ഇവിടുന്ന് അവിടെ വരെ നല്ല രീതിയിൽ ആൾക്കാർ പാട്ട് പാടി നല്ല ഓളത്തിലായിരുന്നു യാത്ര. ആര്യങ്കാവിൽ നിന്ന് ഈ ഓഫ് റോഡ് വഴി ഏകദേശം 10 കിലോമീറ്ററാണ് റോസ്മലയിലേക്കുള്ള ദൂരം. ഈ 10 കിലോമീറ്റർ ദൂരം ഈ കാടിനുള്ളിലൂടെ ഓഫ് റോഡിൽ KSRTCയിലുള്ള ഒരു യാത്ര ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് നേരെ പോയി റോസ്മലയിൽ നിന്ന് തെന്മല ഡാമിൻ്റെ ടോപ്പ് വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് പാലരുവി വെള്ളച്ചാട്ടത്തിലിറങ്ങി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് തെന്മല ഡാമിൽ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു മടങ്ങുന്നതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ. ഇത്തവണത്തെ യാത്രയിൽ കൂടുതലും അധ്യാപകരായിട്ട് വർക്ക് ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. ഇതുപോലെ റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ ഇരിക്കുന്നവർക്ക് വളരെ സേഫായിട്ട് പോയി വരാൻ പറ്റിയൊരു പാക്കേജാണ് KSRTCയുടെ BTC പാക്കേജുകൾ. KSRTC ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ നേതൃത്വത്തിൽ വളരെ കുറഞ്ഞ ചെലവിൽ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്രാ പാക്കേജുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. 2021 ആരംഭിച്ച ഈ പദ്ധതിക്ക് ഇപ്പോൾ മികച്ച പ്രതികരണമാണുള്ളത്. ഈ യാത്രകളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. മിക്കവാറും എല്ലാ ഡിപ്പോകളിലും ബഡ്ജറ്റ് ടൂറിസം സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവരുമായി ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓരോ ഡിപ്പോയ്ക്കും പ്രത്യേകം കോൺടാക്ട് നമ്പറുകളൊക്കെ ഉള്ളതാണ്. പിന്നെ ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഭക്ഷണം, പ്രവേശന ഫീസ് തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നേരത്തെ ചോദിച്ച് മനസ്സിലാക്കണം. എല്ലാ പാക്കേജുകളിലൊന്നും അവരത് ഉൾപ്പെടുത്താറില്ല. അങ്ങനെ ഒരു 2 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ റോസ്മല വ്യൂ പോയിന്റിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി പാസ് എടുത്തിട്ട് വേണം മുകളിലേക്ക് കയറി പോകാനായിട്ട്. അത്യാവശ്യം നടന്നു പോകാനായിട്ടുണ്ട്. പക്ഷേ മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. വന്ന വഴിയൊക്കെ നല്ല കാലാവസ്ഥയാണെങ്കിലും ഇവിടെ വന്നപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങൾ മാറി. മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇനി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ താഴത്തെ വ്യൂ എത്രമാത്രം കാണാനാവുന്നുള്ള കാര്യം സംശയമാണ്. ഏതായാലും മുന്നോട്ട് നടക്കുകയാണ്. റോസ്മലയിലേക്ക് എത്തുവാനായിട്ട് ഏകദേശം 10 കിലോമീറ്റർ നമ്മൾ കാടിനുള്ളിലൂടെ സഞ്ചരിക്കണം. നിങ്ങൾ സാഹസികം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഈ ആവേശകരമായ ട്രക്കിംഗ് ഒരു വളരെ മികച്ച എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. കേരളത്തിലെ ടൂറിസം മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിലെ മിക്ക സ്ഥലങ്ങളും അണ്ടർ റേറ്റഡ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇങ്ങനത്തെ ചില സ്പോട്ടുകളൊക്കെ അധികം പുറത്തോട്ട് ആർക്കും തന്നെ അറിയില്ല. കൊല്ലം ജില്ലയിലെ സെന്തുരുണി വന്യജീവി സങ്കേതത്തിന് അടുത്തായിട്ടാണ് ഈ റോസ്മല സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യത്താൽ നിറഞ്ഞു നിൽക്കുന്ന താഴ്വര തന്നെയാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. റോസാപ്പൂവിന് സമാനമായിട്ടുള്ള ഭൂമിയുടെ ആകൃതിയാണ് ഈ സ്ഥലത്തിന് റോസ്മല എന്ന പേര് വരാൻ കാരണമെന്ന് പറയുന്നു. പിന്നെ ഇവിടെ പണ്ട് എസ്റ്റേറ്റ് സ്ഥാപിച്ച ബ്രിട്ടീഷ് പ്ലാന്ററുടെ ഭാര്യയായ റോസിൻ്റെ പേരിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പേര് വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഈ യാത്രയിൽ മഴ നമ്മളെ ശരിക്കും ചതിച്ചിരിക്കുകയാണ്. ഇവിടെ ഫുള്ള് കോട കയറി താഴോട്ടുള്ള ആ വ്യൂ കംപ്ലീറ്റ് കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഏതായാലും ഇനി ഇവിടെ അധികം നേരം നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് താഴോട്ട് ഇറങ്ങുകയാണ്.
ശരിക്കും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ രാവിലെ സൂര്യോദയം വൈകിട്ട് സൂര്യാസ്തമയമൊക്കെ ഇവിടെ നിന്ന് കാണാൻ പറ്റും. റോസ്മലയിലെ മറ്റൊരു ട്രക്കിംഗ് മേഖലയാണ് പള്ളിവാസൽ. തടാകത്തിലേക്ക് നീളുന്ന 2 കിലോമീറ്റർ വനപാത പിന്നിട്ടാൽ ഇവിടേക്ക് എത്താം. അവിടെ നിന്നും ബോട്ട് യാത്ര നടത്തുവാണെങ്കിൽ നമുക്ക് തടാകത്തിൻ്റെ നല്ലൊരു വ്യൂ തന്നെ ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇവിടെ നിന്ന് നേരെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മുടെ യാത്ര. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉള്ള കാട്ടിലൂടെ തന്നെയാണ് നമ്മുടെ ഈ യാത്ര. പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ അരുവിയൊക്കെ ക്രോസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് മഴക്കാലത്ത് ഇങ്ങോട്ടുള്ള യാത്ര എത്രമാത്രം പ്രാക്ടിക്കലാവുന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടായിട്ടുള്ള പാലരുവി വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് പാസ് എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് നടന്നു പോകേണ്ടതായിട്ടുണ്ട്. പോകുന്ന വഴിയിൽ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന കുറേ സ്പോട്ടുകളുണ്ട്. വെസ്റ്റേൺ ഗാട്സിൽപ്പെട്ട രാജാക്കൂപ്പ് മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് 300 അടി പൊക്കത്തിൽ നിന്നും പാല് പോലെ താഴേക്ക് ഒഴുകുന്നത് കൊണ്ടാണ് ഈ വെള്ളത്തിന് പാലരുവി എന്ന പേര് ലഭിച്ചത്. രാജഭരണകാലം മുതൽ തന്നെ പാലരുവി ഒരു സുഖവാസ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്നു. രാജവാഴ്ചയുടെ അവശേഷിപ്പുകളായ കുതിരാലയും ഒരു കൽമണ്ഡവും ഒക്കെ ഇവിടെ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. പാലരുവി വെള്ളച്ചാട്ടത്തിൽ കുളിച്ചാൽ അസുഖങ്ങളൊക്കെ ഭേദമാകുമെന്ന് പണ്ടുകാലത്തുള്ള ആൾക്കാർ പറയുമായിരുന്നു. ഈ വിശ്വാസത്തിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന് ചില വിദഗ്ധർ പറയുന്നു. കാട്ടിനുള്ളിലെ മെഡിസിനൽ വാല്യുള്ള ചെടികളിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിന് ഔഷധ ഗുണമുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. താഴെ നിന്നുള്ള സ്റ്റെപ്പൊക്കെ കയറി ഈ ഒരു കൽമണ്ഡപത്തിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ തെന്മല ഡാമിലേക്കാണ് പോകുന്നത്. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ കല്ലട ആറിലാണ് തെന്മല ഡാം നിർമ്മിച്ചിരിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളിലൊന്നാണിത്. ജലസേചന ആവശ്യങ്ങൾക്ക് നിർമ്മിച്ച അണക്കെട്ടുകളിൽ തന്നെ ഏറ്റവും വലിപ്പമുള്ള ഡാമാണ് തെന്മല ഡാം. നിലവിൽ ഈ ഡാം കേരള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതിയാണ് തെന്മലയിലേത്. ഏതായാലും ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലെ KSRTCയുടെ BTC പാക്കേജുകളൊക്കെ അറിയുവാനായിട്ട് KSRTCയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള KSRTC ഡിപ്പോയിൽ നിങ്ങൾക്ക് പോയി ഡയറക്റ്റ് എൻക്വയറി ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഈ യാത്രകളൊക്കെ സാധാരണക്കാർക്ക് മികച്ചൊരു അനുഭവം തന്നെ ആയിരിക്കും നൽകുക. സോ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ ബൈ.